എടേ പറ കാര്യങ്ങൾ പറ പ്രേക്ഷകരോട് പറ. ഞാൻ എന്തോന്ന് പറയാൻ? പിന്നെ നീ അല്ലാണ്ട് നിന്നെ ഞാനാണോ പറയേണ്ടത്? ആരാ വന്നത്? ചേട്ടാ, നിങ്ങൾ ഇവിടെ ഇപ്പൊ അടി ഉണ്ടാക്കാനല്ലേ വന്നിരിക്കുന്നത്? അടി ഉണ്ടാക്കാനല്ലോ, നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് നാട്ടുകാരെ അറിയിക്കട്ടെ. നാട്ടുകാരെ ഒരേ ഒരു കാര്യം, ഇത് പെരുമ്പാവൂരിലുള്ള ഒരു ആയുർവേദിക് സ്ഥാപനമാണ്. അപ്പൊ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു നടുവേദനയും കാര്യമൊക്കെ ആയിട്ട് ഇത് നമുക്ക് ഫേസ്ബുക്കിലും നമുക്ക് ഇതിൽ കിട്ടുന്ന കുറച്ച് ഫീഡ്ബാക്കും കണ്ടിട്ടാണ് ഇവിടെ കയറി വന്നത്. അപ്പൊ ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പൊ പോയിട്ട് ഇവള് കറക്റ്റായിട്ട് ഞാൻ വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തായി, ചികിത്സയൊക്കെ കഴിഞ്ഞ് ഓക്കെ ആയോ ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞു ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇറങ്ങിയപ്പോൾ മുതൽ ഈ നാട്ടുകാർ അല്ലെങ്കിൽ ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ വഴി വെച്ച ആൾക്കാർ മുഴുവൻ പറയുന്നത് നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് മുഴുവൻ കേട്ടിട്ട് ഇവള് തിരിച്ച് വന്നിരിക്കുകയാണ്. നെഗറ്റീവ് ലൈക്ക് എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ യൂട്യൂബില് ഇതിന്റെ വീഡിയോ എടുത്തിട്ട് ഇവള് വന്നിരിക്കുന്ന ഇതിന്റെ അടിയിലിരിക്കുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഇതിന്റെ സത്യാവസ്ഥ നാട്ടുകാർ മനസ്സിലാക്കണം. അപ്പൊ ഇതെന്താണ് എന്നുള്ളത് ചോദിക്കാൻ തന്നെയാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ഞാൻ കേട്ടിട്ടുള്ളതല്ല ഈ പറയുന്ന എന്തൊക്കെ പെണ്ണുകാസ് അടക്കം അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നതല്ലല്ലോ ഇത് നാട്ടുകാർ അറിയേണ്ടത്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കെട്ടിപ്പിടിക്കൊണ്ട് വന്നത് എന്തിനാണ്? അപ്പൊ പറയട്ടെ, നമുക്ക് പതിയെ പോവാം. നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ടില്ല, ഞാൻ പോയിട്ട് ചോദിക്കാം കാര്യങ്ങൾ. അല്ലെങ്കിൽ പിന്നെ വണ്ടി ഒന്ന് നീക്കിയിടാമോ സാറേ? ചേച്ചി ഇവിടുത്തെ സ്റ്റാഫാണോ? അതെ, ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ്. അതല്ലേ ചേച്ചി? ഫോട്ടോ പിടിച്ച ചേച്ചി, ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ കുറെ നെഗറ്റീവും കേട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാ ഇവിടെ വർക്ക് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ കേട്ട നെഗറ്റീവ് കേട്ട കാര്യം പറയാം. കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നത്, കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വരുന്ന വഴിക്ക് മുഴുവൻ കേട്ടോണ്ടിരിക്കുന്നത് ഫുൾ നെഗറ്റീവ് കാര്യങ്ങളാണ്. നിങ്ങളപ്പോ ഇതിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മളോട് അന്വേഷിക്കണം. വെളിയിലുള്ളവർ പറയുന്നത് ചേച്ചി കുറെ ആയോ ഇവിടെ വർക്ക് ചെയ്യുന്നത്? അതെ, കുറെ ഞാൻ 1.5 വർഷത്തോളമായി ഇവിടെ. എങ്ങനെ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഇവിടെ നല്ല സപ്പോർട്ടും ഞങ്ങളെ അതുപോലെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഇവിടെ ഈ മാനേജ്മെന്റ്. അല്ല, അതിപ്പോ നിങ്ങൾക്ക് ജോലി വരുന്ന വരുന്ന പേഷ്യന്റിനോട് നിൽക്കുന്നത് സാറേ. അതുകൊണ്ട് നിങ്ങൾ വെളി പറയുന്ന ആൾക്കാർ പറയുന്ന കേൾക്കാതെ ബാ, ഞങ്ങളുടെ കൂടെ ബാ. അല്ല, ഞാൻ അതല്ല പറയാം. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരാകുമ്പോ പിന്നെ നിങ്ങൾ അങ്ങനെയല്ലേ പറയൂ? അല്ല, ഞങ്ങൾ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ആരാണുള്ളത്? ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് അവരോട് ചോദിച്ച കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ബാ, വേറൊന്ന് ചേച്ചി ഒന്നും വിചാരിക്കുക, എന്നെ അറിയാലോ. ഓക്കെ, ഞാൻ ഉള്ള കാര്യം മുഖത്ത് നോക്കിയിട്ട് ചോദിക്കേണ്ട ചോദിക്കും, ഉള്ള കാര്യം പറയും. അതിന് പിന്നെ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഇടുന്ന സാധനമാണിത്. ഓക്കെ, അതുകൊണ്ട് ചാനൽ ക്യാമറ ഓൺ ആണ്. അതിനനുസരിച്ച് തന്നെ നിങ്ങൾ ഞാൻ ഉള്ള കാര്യം, എനിക്ക് ഉള്ള സത്യം എന്താണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഉള്ളൂ. പേടിയില്ല, നമ്മളിവിടെ സത്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആരെയും പേടിക്കാം. സാറിന് എന്തറിയണം, ബാ എന്റെ കൂടെ പോര്. ഓക്കെ, വണ്ടി മാറ്റട്ടെ. ഈ അനുഭവിക്കുന്നവരോട് നമുക്ക് ചോദിക്കണം കാര്യങ്ങൾ, അല്ലാതെ കണ്ടു നിൽക്കുന്നവരല്ലേ ഇതിന് നമുക്ക് മറുപടി പറയേണ്ടത്. അല്ല, നാട്ടുകാർ പറയുന്നത് നമ്മൾ കേൾക്കണ്ടേ? നാട്ടുകാരെന്തെല്ലാം ഒരു വീടായ തട്ടിമുട്ടിയിരിക്കും, പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നാട്ടുകാർ അതിലല്ല ഇടപെടേണ്ടത്. ഈ കിടക്കുന്ന വണ്ടികൾ നോക്കാം. അങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ ഇവിടെ വരുമായിരുന്നു. പേഷ്യൻസ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന പേഷ്യൻസ് ആണത്. വീട് പോലെ വീടാണ്. വീട് പോലെ എന്നല്ല, ഇതൊരു വീട് തന്നെയാണ്. എല്ലാരും ചേർത്ത് നിർത്തുന്ന ഒരു വീട് തന്നെയാണിത്. മീൻസ് ആരാണ് ഇവിടുത്തെ മെയിൻ ആള്? എനിക്ക് അയാളെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഗുരുക്കളാണ് ഇവിടെ. ഗുരുക്കളാണോ? അദ്ദേഹത്തെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാലോ. നമുക്ക് ഇവിടെ എല്ലാം ഓപ്പൺ ആണ്. ഇവിടെ യാതൊന്നുമില്ല. ആര് വന്നാലും എല്ലാത്തിനും നമ്മളിവിടെ സന്തോഷമായിട്ട് പറഞ്ഞു കൊടുക്കുള്ളൂ. ഫുഡ് ആണേലും ട്രീറ്റ്മെന്റ് ആണേലും മാനസികമായുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ തന്നെ അതിനെയും ചേർത്ത് പിടിച്ച്. ഇങ്ങനെയൊന്നും അല്ലല്ലോ കേട്ടത്, ഭയങ്കര ഉടായ്പാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് എന്തും പറയത്തില്ലേ? എനിക്ക് വേണേ നിങ്ങളെ കുറിച്ച് പറയാം, നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറയാം. എന്താണ് ചികിത്സക്ക് വന്നയാണോ? ചികിത്സ പിന്നെ ആർക്കാ? എനിക്ക് ആണോ? ഞാൻ നോക്കാൻ ഇന്നാളാണുള്ള അതെ അതെ. എന്താണ് ആർക്കാ? ചേച്ചിക്കാണ്ടോ? മുട്ടുവേനോ? കൊറേ ആയോ വന്നിട്ട്? ഇന്ന് വന്നേ ഉള്ളൂ. ശരി. നിങ്ങൾ കേട്ടറിഞ്ഞ് വന്നെയാണോ? അതെയാ? ഏതിലാ? ഫേസ്ബുക്കിലാ? എന്താണ്? അല്ല, ഞങ്ങളുടെ അടുത്തൊരു കൂട്ടർ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവരുടെ ശരിയായി. അപ്പൊ അവര് പറഞ്ഞപ്പോ ഞങ്ങൾ അവിടുന്ന് വന്നതാ. ഞങ്ങള് ഹരിദ്വാറിൽ നിന്നാ വരുന്നേ. ഹരിദ്വാറിലാ താമസിക്കുന്നത്. അവിടെ ഇപ്പൊ വന്നതാ. ഈ 31 അപ്പൊ ഇവിടെ 2-3 ദിവസമായോ ഇവിടെ? ഇല്ല, തൃശ്ശൂര് വീട് തൃശ്ശൂരുണ്ട്. അവിടുന്ന് പിന്നെ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നു. ഹരിദ്വാറില് ഹസ്ബൻഡ് BHL ജോലി ചെയ്തിരുന്നെ.
ഞാൻ അവിടെ ടീച്ചറായിരുന്നേ. ഞങ്ങൾ റിട്ടയർഡ് ആയവരാ രണ്ടാളും. അപ്പൊ എന്താ ചികിത്സ തുടങ്ങിയോ? അങ്ങനെയാണ് ഇന്ന് വിളിക്കിപ്പോ വിളിക്കും അല്ലേ? അവിടുത്തെ ക്ലാസ് കഴിഞ്ഞു വന്നതേ ഉള്ളൂ അല്ലേ? അത് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ആരോ പറഞ്ഞിട്ടാണ് അതെ വന്നത്. അവർക്ക് ഭേദമായി എന്ന് കേട്ടിട്ടാണ് വന്നത്. അതെ അല്ലേ? അപ്പൊ ഞങ്ങൾ അവിടുന്ന് ബുക്ക് ചെയ്തായിരുന്നു. ഹരിദ്വാർ വരെ വന്നു അല്ലേ? നോക്കൂ, അപ്പൊ ഏതായാലും ചികിത്സകളൊക്കെ നോക്കി നന്നായിട്ട് നടക്കട്ടെ എന്ന് പറയുന്നു. ഓക്കെ, ഞങ്ങളിങ്ങനെ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ കേട്ടിട്ടാണ് വന്നത്. അപ്പൊ എനിക്ക് അതിന്റെ നിജസ്ഥിതി ഒന്ന് അറിയണം. അപ്പൊ ഇവള് വന്നപ്പം കുറച്ച് പേര് കുറച്ച് ഇത് പറഞ്ഞ് ഇവള് തിരിച്ചു വരുവാ ചെയ്തത്. ഇവക്ക് നടുവേദനയൊക്കെ ആയിട്ടെ അങ്ങോട്ട് കേറിയില്ല. അപ്പൊ ഞാൻ എന്താ സംഭവം എന്ന് അറിയണം. വെറുതെ ഇവിടം വരെ വന്നിട്ട് പകുതിക്ക് തിരിച്ചു പോകുന്നത് എന്താണ് സംഭവം എന്ന് അറിയണം. അതൊന്ന് അറിഞ്ഞ് എന്റെ ചാനലിലൂടെ എന്നോട് പറഞ്ഞ ആള് പറഞ്ഞ അവരുടെ ആരോ ഇതുപോലെ ഒരാളുടെ കാല് വളഞ്ഞു പോയായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് അത് ശരിയായി എന്ന് പറയുന്നത്. നമ്മളൊന്ന് നോക്കട്ടെ, ശരിയാവുന്നു. ശരിയാകുന്ന പറയുന്നേ ശരിയാവും. തീർച്ചയായും തീർച്ചയായും അത് സന്തോഷം. ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ഫോട്ടോ എടുക്കട്ടെ. പിന്നെന്താ ഇതെന്താ ചേച്ചി സൃഷ്ടി? എന്താണ് സൃഷ്ടി എന്ന് പറയുന്നത്? നമ്മുടെ സ്ത്രീകളായ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതാണ് സൃഷ്ടി. രാവിലെ കിടന്നു വന്ന മോനാണ് ഇപ്പം മിടുക്കനായിട്ട് എഴുന്നേറ്റ് വരുന്നത്. എന്താ പറ്റിയത്? ഡിസ്ക് ബൾജായിട്ട് നെർവ് കംപ്രസ് ആയിട്ടിരിക്കുന്നതാണ്. ഓക്കെ. അപ്പം അത് ഹോസ്പിറ്റലിലായിരുന്നു. അവർ ഓപ്പറേഷൻ പറഞ്ഞായിരുന്നു. ഇവിടെ അടുത്ത് വന്നിട്ട് സർജറി വന്നു. 9 ദിവസം ഇവിടെ ഉണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ശരിയാക്കി തരാന്ന് പറഞ്ഞു. രാവിലെ വരുമ്പോ നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ലേ? ഇല്ല, നടക്കത്തിനും ഇരിക്കത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇപ്പം കുറച്ച് ഇനി വൈകിട്ടാകുമ്പോൾ പിന്നെ വേദന വരുമെന്ന് പറഞ്ഞേ. പക്ഷെ അത് ശരിയാക്കി തരാന്ന് പറഞ്ഞു. ഇപ്പൊ അല്ല, നിങ്ങൾ നടക്കുന്നത് കാണുന്നുണ്ട്, അതുകൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്. അതല്ലേ? ഇന്ന് രാവിലെ നമുക്ക് വെളിയിൽ കൊണ്ടുവരണം. ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. എല്ലാം മാറട്ടെ. ഓക്കെ അൽബിൻ, പിന്നെ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി വിശദമായിട്ട് വന്ന് കാണാം. ഓക്കെ, താങ്ക് യു ബ്രോ. സർജറി പറഞ്ഞ പേഷ്യന്റ് ആണെന്നാണ് പറഞ്ഞത്. സർജറി പറഞ്ഞിട്ട് അവർക്ക് ഡിസ്കിന്റെ ഇത് എന്താ തേയ്മാനം എന്താ പറഞ്ഞിട്ട് ബൾജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വന്നൊരു പേഷ്യന്റ് ആണ്. പുള്ളി ഇപ്പൊ രാവിലെ വന്നു. ഇപ്പം എടുത്തോണ്ട് വന്ന പേഷ്യന്റ് ആണ്. അപ്പം എടുത്തോണ്ട് വന്ന പേഷ്യന്റ് ഇപ്പം നടന്നിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇത് ഉണ്ടാക്കുന്നതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നടക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് കാണുന്ന. നീ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദക്ക് ഞാൻ പോകുന്ന വഴിക്ക് മുഴുവൻ എടുക്കാം. ഞാൻ കണ്ണ് കാണുന്നവരോടൊക്കെ എന്താണെന്ന് ചോദിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കരുത്, കേട്ടല്ല? ഓക്കെ, ബാക്കി നോക്കാം. ചേട്ടന് ഇവിടെ ചികിത്സക്ക് വന്നതാണോ? ഞാനൊരു 6 മാസമായിട്ട് ഇവിടുത്തെ ചികിത്സയിലായിരുന്നു. ഇപ്പൊ എന്റെ ചികിത്സ ഏകദേശം കഴിഞ്ഞ് നിൽക്കുക. എന്തായിരുന്നു പ്രശ്നം? എനിക്ക് വലത്തെ കൈ പൊങ്ങില്ലാതെ ആയിപ്പോയായിരുന്നു. ഞാൻ സ്വകാര്യ ആശുപത്രികളിൽ 2-3 സ്ഥലത്തോടെ ഡോക്ടർമാരെയൊക്കെ പോയി കണ്ട് അവരെല്ലാരും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഓപ്പറേഷന് തൊട്ട് മുമ്പ് ഇവിടം വരെ ഒന്ന് വന്ന് കണ്ട് എന്നെ ഇവിടുത്തെ അഭിപ്രായങ്ങൾ അറിയാലോ എന്ന് എഴുതിക്കൊണ്ടാണ് ഇവിടെ വന്നത്. അന്ന് മരുന്ന് കഴിച്ചു. എനിക്ക് വന്ന ഒരു കുറച്ച് ദിവസം കൊണ്ട് എന്റെ അസുഖങ്ങൾ പകുതി ഭേദമായി. പിന്നെ ഒരു 10 കിലോ തൂക്കം കുറച്ച് വന്നു. അതോടുകൂടി ഫുള്ളായിട്ട് ബോഡിയൊക്കെ ഫിറ്റായി. എനിക്ക് കൈ പൊങ്ങില്ലായിരുന്നു, വലത്തെ കൈ പൊങ്ങില്ലായിരുന്നു. ഇപ്പൊ അത് റെഡിയായി. മസിൽ വിട്ടുപോയതായിരുന്നു. അത് താഴെ ഇപ്പോഴൊന്നും ബൾജ് ചെയ്ത് കിടപ്പുണ്ട്. പക്ഷെ എന്നാലും ബലമായി. എത്ര കാലം കൊണ്ട്? 6 മാസം. 6 മാസത്തിനുള്ളിൽ ഭേദമായി. ഭേദമായി. ഇപ്പൊ ഒരു 50 കിലോ 60 കിലോ ഉള്ള ചാക്കൊക്കെ വരെ പൊക്കാൻ പാകത്തിനുള്ള ബലമായി. നേരത്തെ ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നതായിരുന്നു. ഇപ്പൊ മാറിയെല്ലാം കുറഞ്ഞു, ഒത്തിരി കുറഞ്ഞു. എന്റെ വീട് രാജകുമാരിലാണ്. രാജകുമാരി? ഞാനൊരു മലഞ്ചരക്ക് വ്യാപാരിയാ. ഇവിടുത്തെ ആളൊന്നും അല്ലല്ലോ. അല്ലല്ലോ. എന്നുവെച്ചാല് നമുക്ക് പിന്നെ കുറെ ആൾക്കാര് കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഓപ്പൺ ആയിട്ടൊന്ന് എനിക്ക് അറിയണമെന്നുണ്ട്. എന്നുവെച്ചാൽ ഒന്നാമത് ഉള്ള കാര്യം പറഞ്ഞിട്ടാണ് എയറിൽ പോകുന്ന ആളാണ് ഞാൻ മെയിൻ ആയിട്ട് അറിയാലോ. അപ്പൊ പിന്നെ ഈ കാര്യം ഞങ്ങൾ സംസാരിച്ച എന്താ പേര്? എന്റെ പേര് വിനായക് എന്നാണ്. ഞാൻ ഇങ്ങനെ ദുബായിൽ വർക്കിംഗ് ആയിരുന്നു. അപ്പൊ എനിക്ക് വർക്ക് ചെയ്യണതിന്റെ ഇടയിൽ ചെറുതായിട്ട് കാലും ഒരു പെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, ഇടത്തെ കാലില്. അപ്പൊ ഞാൻ അവിടെയൊക്കെ പോയി MRI ഒക്കെ ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഡിസ്ക് ബൾജ് ആണ്, ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. അപ്പൊ അതിന് മുമ്പ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഞാൻ കേട്ടായിരുന്നു ഇതിനെപ്പറ്റി. ഇങ്ങനെ കേട്ട് ഇവിടെ വന്നു. ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തു. ട്രീറ്റ്മെന്റ് എടുത്ത് എനിക്ക് കംപ്ലീറ്റ്ലി ഭേദമായി. എനിക്ക് ഡിസ്ക് ബൾജ് ആയിരുന്നില്ല പ്രശ്നം, എന്റെ ഞരമ്പിലുള്ള സ്വെല്ലിംഗ് ആയിരുന്നു. അതുപോലെ മസിലിന്റെ റീഗ്രോത്ത് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. വർക്കൗട്ട് കാര്യങ്ങള്, പിന്നെ വെയിറ്റ് കുറഞ്ഞു. പണ്ടൊക്കെ ഭയങ്കര വെയിറ്റ് ആയിരുന്നു, ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെ. ഇവിടെ വന്ന് ഇവിടുത്തെ ഡയറ്റീഷ്യൻ നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു ഡയറ്റും അതേപോലെയുള്ള കാര്യങ്ങൾ തന്നു. ഇപ്പൊ ഉഷാറായി. ഞാൻ ഇപ്പൊ എനിക്ക് നടക്കാൻ ഓടാം. അങ്ങനെ വളരെ. എവിടെ സ്ഥലം? ചാലക്കുടി. വർക്ക് ചെയ്യണത് ദുബായിലാണ്.
അപ്പം വന്ന് പിന്നെ ലീവില് വന്ന് ലീവില് വന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഞാൻ തിരിച്ചു പൂർണ്ണതായിട്ട് തിരിച്ചുപോയി. ഞാൻ നടക്കാൻ പോലും പോയിട്ട് വന്നതാണ്. ആയിട്ട് വീണ്ടും എനിക്ക് ട്രാൻസ്ഫർ ആയി. അതിന് മുമ്പ് ഇവരെ വന്ന് കുടുംബം പോലെയാണ് ഇത്. അതല്ലേ? അങ്ങനെ വന്ന് കണ്ട് സംസാരിച്ചു പോവാൻ വേണ്ടിട്ട്. എന്റെ വൈഫാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരു മൈഗ്രെയിൻ മാറിയ ഒരു കേസ്. എന്ന് വെച്ചാൽ സാധാരണ ഈ മൈഗ്രെയിൻ കൊണ്ട് എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് ബുദ്ധിമുട്ടി നിൽക്കുന്ന കുറെ ആൾക്കാർ ഉണ്ട്. ഇതാ ഇവക്കടക്കം മൈഗ്രെയിൻ്റെ അതിൻ്റെ ഒരു വിഷമം എന്താ അറിയോ, അത് നമുക്ക് മൈഗ്രെയിൻ ഇല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മളാണ് ബാക്കിയുള്ളവരെ സഹിക്കേണ്ടത്. ഇവിടെയൊക്കെ ഞാൻ സഹിക്കുന്ന പറഞ്ഞാൽ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയുണ്ടല്ലോ. പല ആശുപത്രികളിൽ എന്റെ മോളെ കൊണ്ടുപോയി, എന്നിട്ട് കുറഞ്ഞില്ല. എന്നിട്ട് ഇവിടെ വന്ന് കുരുക്കളെ കാണിച്ച് 3 മാസം കൊണ്ട് എന്റെ മോക്കടെ അസുഖം മാറി. സ്കൂളിലും പോയി, കോളേജിലേക്ക് മൈഗ്രെയിൻ ഒന്നും ഇല്ല. ഓക്കെയാണ്. ഓ അപ്പൊ ചേച്ചി പിന്നെ ഇവിടെ തന്നെ കൂടി. സന്തോഷം. സാറ് പറഞ്ഞു ഇവിടെ തന്നെ കൂടാൻ പറഞ്ഞു. ഇവിടെ തന്നെ ഒരു കുടുംബാംഗം ആയിട്ട് എന്നെ സ്വീകരിച്ചു. ഇവിടെ മക്കളെല്ലാവരും എന്നോടൊപ്പം തന്നെ ഉണ്ട്. അതല്ലേ? സന്തോഷമായിട്ട്. വെരി ഗുഡ്. അപ്പോൾ മൈഗ്രെയിൻ ഉള്ളവർക്ക് നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാം എന്നാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചി നമ്മൾ സാക്ഷ്യപ്പെടുന്നു. ചേച്ചി ഇവിടെ തന്നെ അങ്ങ് കൂടി. ഓക്കെ, ചേച്ചി സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ആൾക്കാരെ കാണാം. അപ്പോൾ മൈഗ്രെയിൻകാർ മറക്കണ്ട, നേരെ ഇങ്ങോട്ടേക്ക് വന്നോ. നമസ്കാരം സർ. ജിഷൻ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇവിടുത്തെ ഇത് കേട്ടപ്പം ഒന്ന് എന്നാലും കുറച്ചും കൂടി സൗകര്യമായി. പിന്നെ ഇദ്ദേഹം പിന്നെ ഇവിടെ എറണാകുളം ഡെപ്യൂട്ടി കളക്ടറാണ്, അബ്ബാസ് സാറാണ്. അപ്പം സാറിൻ്റെ ഒരു അനുഭവം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഒരു പ്രാവശ്യം വന്നപ്പം കുറച്ച് നെഗറ്റീവ്സ് കേട്ടിട്ട് തിരിച്ചു പോയ ആളാണ്. എന്നുവെച്ചാൽ നാട്ടുകാരെടുക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഓട്ടോ വഴി വെച്ച ആൾക്കാരെടുക്കുന്നൊക്കെ ഇച്ചിരി നെഗറ്റീവ്സ് കേട്ടിട്ട്. അപ്പോൾ അത് പറഞ്ഞ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ അടുക്ക അതിനെ പറ്റിയുള്ള ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്നത്. സാറിൻ്റെ ഫ്രണ്ട് ആള് മസ്കറ്റിലായിരുന്നു. ആളെ കൈ പൊങ്ങുന്നതിന് ചെറിയ വിഷമമായിട്ട്. അപ്പോൾ ആള് വന്ന വഴിക്ക് ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ ഈ ഗുരുകുലത്തെ കുറിച്ച് അറിഞ്ഞിട്ട് ആള് നെടുമ്പാശ്ശേരി ഒന്ന് ഇറങ്ങി നേരെ തൊടുപുഴയ്ക്ക് പോകുന്ന വഴിക്ക് ഈ ഇതിന് മുമ്പിലെത്തിയപ്പോൾ കണ്ടു, നേരെ ഇതിനകത്ത് കയറി. ഇവിടെ വന്ന് കയറി ഈ യാദൃശ്യമായിട്ട് അങ്ങനെ സാധാരണ ഇതിൽ അങ്ങനെ കാണാൻ പറ്റുന്നല്ല എന്നാ പറയുന്നത്. പക്ഷെ ഡോക്ടറെ കാണാൻ പറ്റി, ഈ വൈദ്യരെ കാണാൻ പറ്റി. ആള് ചികിത്സിച്ച് കൈ പിടിച്ച് നോക്കി. കൈ പൊങ്ങാതിരുന്ന ആളെ എവിടെയോ എന്താ ചികിത്സിച്ചു, കൈ പൊക്കി. അതാണ് എന്നോട് ഒന്ന് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ കാലിന് വേദന എടുത്ത്, നടുവിന്റെ പ്രശ്നം കൊണ്ട് കാലിന് വേദന എടുത്ത് വീട്ടിലിരിക്കുക 2 ദിവസമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം. ഞാനെന്നാ നമ്പർ തരാൻ പറഞ്ഞു. ഞാൻ നമ്പർ ഒന്ന് വിളിച്ചു, ഇവിടെ വന്നു. എനിക്ക് ഇപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് ഞാൻ ചികിത്സയ്ക്ക് വന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ട് ഇപ്പൊ എനിക്ക് ഒരാശ്വാസം തോന്നുന്നുണ്ട്. ഉണ്ടല്ലേ? തീർച്ചയായും. അപ്പോൾ ഇപ്പൊ ആദ്യമായിട്ട് വന്നാണ്. ആദ്യം ഇപ്പോഴാണ് എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആശ്വാസം തോന്നുന്നു. ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ കുറച്ച് ദിവസം നിൽക്കണോ സാറിന്? ഇല്ല, പോയിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് വന്ന് ഇവിടെ പറ്റുമെങ്കിൽ കുറച്ച് ദിവസം നിൽക്കുവാണെങ്കിൽ, അല്ല നമുക്ക് അങ്ങനെ ഒരു ചെയ്താലേ ഉള്ളൂ ചികിത്സയ്ക്ക് കൂടുതൽ ഫലം ഉണ്ടാകണമെങ്കിൽ ഇവരുടെ കയ്യിൽ നമ്മളൊന്ന് കിട്ടണം. അതെ. അതനുസരിച്ച് ഇവരുടെ ഭക്ഷണവും നമ്മുടെ ഉറക്കവും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് ലെവലാക്കി തരുന്നതിന് നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെതായ ഗുണം ഉണ്ടാവും. അല്ലാണ്ട് ഇപ്പൊ ഉള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ഭക്ഷണത്തിനുള്ള നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതെ അല്ലേ? അതായത് ഇരുന്നെടുക്ക തന്നെ പറയാതെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് തന്നെ സന്തോഷമായി. താങ്ക് യു സാർ, താങ്ക് യു. സാറിന്റെ ഒരു വാല്യൂബിൾ എന്ന് വെച്ചാല് ഈ പറയുന്ന നെഗറ്റീവ്സ് പറയുന്നവർക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ആണ്. അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാള് എന്ന് വെച്ചാൽ ഡെപ്യൂട്ടി കളക്ടർ എറണാകുളത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു ഫീഡ്ബാക്ക് ആണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും ഉൾക്കൊള്ളും എന്ന് വിശ്വസിക്കുന്നു. അതിനും നെഗറ്റീവ് കമന്റ് കൊണ്ട് അടിച്ചോണ്ട് വരരുത്. താങ്ക് യു. ഈ പറഞ്ഞ ഫ്രണ്ട് ഞാൻ പറഞ്ഞ ആള് സലീം, ഞാൻ ഈ കഥ കേട്ടിട്ട് ഈ പറയുന്ന ആള് ആരാണെന്നത് ഇവിടെ ഉണ്ടോന്ന് അറിയില്ലല്ലോ. നിങ്ങൾ വന്ന് പോയി എന്നല്ലേ അറിയൂ. അപ്പം പിന്നെ ഈ പറഞ്ഞ ആള് പലരും പറയും
ഈ നമ്മൾ ഇന്നയാള് പറഞ്ഞിട്ട് വന്നു ഇന്നയാള് പറഞ്ഞിട്ട് വന്നു എന്നല്ലാതെ ആ പറഞ്ഞ ആളെ നമുക്ക് കാണാൻ പറ്റാറില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സാറിന്റെ നിർദ്ദേശിച്ച ആള് ആ അനുഭവസ്ഥനായിട്ടുള്ള ആള് ഇദ്ദേഹമാണ്. പേര്? എന്റെ പേര് സലീം. സലീംക്കയുടെ ഞാൻ മസ്കറ്റിലാണ്. അപ്പൊ എനിക്ക് കുറച്ച് നാളായിട്ട് കൈക്ക് വെക്കാനായിട്ട് ഭയങ്കര വേദനയുള്ള ആളായിരുന്നു. അപ്പൊ ഞാൻ ഈ സോഷ്യൽ മീഡിയ കൂടെയാണ് ഞാനിത് ആദ്യം കാണുന്നത് തന്നെ. അങ്ങനെ വരുന്ന വഴിക്ക് നാട്ടിലേക്ക് വരുമ്പം എന്തായാലും ഒന്ന് വീട്ടിൽ വന്നിട്ട് ഒന്ന് ഡോക്ടറെ കാണണം എന്നുള്ള കേസ് ഇരിക്കുന്ന വരുന്ന വഴിക്കാണ് ഞാൻ ഈ ബോർഡ് കാണുകയും ഇവിടെ ജസ്റ്റ് അങ്ങോട്ട് കയറാൻ തോന്നി. അന്നിപ്പോൾ സാറൊന്നും OP ഇല്ലാത്ത ദിവസമായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് അന്ന് സാറിനെ കാണുകയും കൈ തീരെ ഇങ്ങനെ ഇതിൽ കൂടുതൽ വേദനയായിരുന്നു. അപ്പൊ എന്നെ സാറ് വന്നിട്ട് കയ്യിലൊക്കെ ഷർട്ടൊക്കെ അഴിച്ചൊക്കെ നോക്കി ഇവിടുത്തെ കുറെ തിരുമും കുറെ കാര്യങ്ങൾ കുറച്ചു നേരം ആ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. ഞാൻ പിന്നെ എടുത്തു കൈ പൊക്കാൻ പറഞ്ഞു. എന്തോരം കൈ പോകാൻ ഞാൻ കൈ ഇത്രയും പൊങ്ങുണ്ടായിരുന്നുള്ളൂ. അതിപ്പോ എനിക്ക് നന്നായിട്ട് പൊങ്ങി കൈ ഇങ്ങനെ അടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒത്തിരി ആശ്വാസമുണ്ട്. അപ്പൊ തന്നെ ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ തന്നെ എനിക്കത് റിലീഫായി. അത് നല്ല ആശ്വാസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറെ നാൾ കിടന്നിട്ടൊക്കെ എനിക്ക് ഷർട്ട് ഇടാനും എനിക്ക് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. ഈ കൈ ഇങ്ങനെ തിരിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ വന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ ട്രീറ്റ്മെന്റിനകത്ത് എനിക്കത് ഭയങ്കര ആശ്വാസമുണ്ട്. അപ്പൊ ഞാനത് വൈകിട്ട് ഞങ്ങളിങ്ങനെ കൂടുന്ന സമയത്ത് ഇങ്ങനെ ഒരു അനുഭവം പറയുകയും അങ്ങനെയാണ് അപ്പൊ സാർ ഇതുപോലെ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നത്. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ, അനുഭവസ്ഥർ പറഞ്ഞു. ഈ ആ പറഞ്ഞ അനുഭവസ്ഥരാണ് എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര റിലീഫാണ്. സന്തോഷം. എനിക്കത് 3 മണിയല്ല അല്ല ഇത്രയും നേരം ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരുന്നില്ലേ? ആ സമയത്ത് ഇവിടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഗുരുക്കളെ കണ്ടിട്ട് ഇപ്പൊ ഇറങ്ങായിരുന്നല്ല. അതുകൊണ്ടല്ലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എത്ര പേരോട് പറഞ്ഞിട്ടാണ്. അല്ല ഈ പറയുന്നത് നീ എന്നാ ചെയ്ത് അന്ന് വന്ന സമയത്ത് എനിക്ക് ഇവിടെ വന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് വന്നുകൂടായിരുന്നു? അതുപോലെ അന്ന് വന്നപ്പോ അങ്ങനെയൊക്കെയല്ലേ കേട്ടത്. ഈ ഒരാഴ്ച ഈ നടുവേദന സഹിച്ചോണ്ട് നിന്നില്ലേ? അന്നേ വന്നിരുന്നെങ്കിലാ. എന്നിട്ട് എന്നെ കുറ്റം പറയാം. പിന്നെ കാര്യങ്ങൾ ചോദിച്ചറിയണ്ടേ? പിന്നെ അല്ലാണ്ട് വെറുതെ വന്ന് നിന്നിട്ട് എന്താ കാര്യത്തിന്റെ? വിളിക്കുന്നു പാപ്പാ. ഏതായാലും ഡോക്ടർ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. നിങ്ങളെ വിത്ത് യുവർ പെർമിഷൻ ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. മുമ്പ് ഇവിടെ വന്നിട്ട് പോയതല്ലേ? ഞാനല്ല, ഇവളാണ് പോയത്. ഓ അത് ശരി. ഇവള് ഞാനില്ലായിരുന്നു സ്ഥലത്ത്. അപ്പം അവള് വന്ന് ഒരു ചെറിയൊരു നെഗറ്റീവ് അടിച്ചിട്ട് തിരിച്ചു പോയ ആളാണ്. അവിടെ വരെ കയറിയിട്ടില്ല. നെഗറ്റീവായിട്ട് ആൾക്കാർ ഇങ്ങനെ ഇവിടെ കറക്റ്റ് അങ്ങനെ ട്രീറ്റ്മെന്റ് അങ്ങനെയൊന്നും അല്ല, ഫ്രോഡത്തരാണ് അങ്ങനെയൊക്കെ കേട്ടു. അത് സത്യമാണ് കാര്യം. ഞാനൊരു ഡോക്ടറൊന്നും അല്ല, അതാ ഇവരൊക്കെയാണ് ഡോക്ടർമാർ. പിന്നെ അപ്പൊ ശരിയായിരിക്കും പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞ് അങ്ങനെ ആയിരിക്കും പറഞ്ഞല്ലേ? അല്ല അങ്ങനെ പലരും പല അഭിപ്രായം പറയില്ല. അപ്പം നമുക്കൊരു റിസ്ക് എടുക്കാൻ വയ്യെന്ന് എഴുതിയിട്ട് ഞാൻ തിരിച്ചു വരാം. ബുദ്ധിമുട്ട് ആക്ച്വലി എനിക്ക് കുറേ ദിവസമായിട്ട് ഇവിടെ ഒരു പെയിൻ. എനിക്ക് ഒരു വർഷം മുമ്പ് എനിക്ക് ഇങ്ങനെ ഉറക്കത്തിൽ ഉറങ്ങി കിടക്കുമ്പോൾ ഇവിടെ എന്തൊരു സാധനം ടിക്ക് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുമായിരുന്നു. അപ്പം ഞാൻ എത്ര ഉറക്കത്തിലാണെങ്കിലും ഉണരും. എന്തൊരു സാധനം ഇങ്ങനെ വിടണ പോലെ ഇവിടെയാണ് ഫീൽ ചെയ്യണേ. പിന്നെ അത് പതിയെ ഞാൻ കൂടുതൽ ഈ സൈഡ് കിടക്കാതായി, ഇങ്ങനെയായി. പിന്നെ ഇവിടെ അനക്കാതായി. പിന്നെ എനിക്ക് പറഞ്ഞ പോലെ കൈ പൊങ്ങത്തില്ലായിരുന്നു. ഇത്ര വരെ പൊങ്ങുള്ളൂ. സൈഡ് മാറി കിടക്കുന്നതോടുകൂടി എനിക്ക് ഈ ഭാഗത്ത് വേദന. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ മാറാം, ചെയ്യാം. കുറച്ച് നേരം നിങ്ങൾ അതൊക്കെ ഒന്ന് കട്ട് ക്യാമറ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഭയങ്കരമായിട്ടുള്ള സ്മൈലിംഗ് ഫേസുകൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തൃപ്തിയായിട്ട്, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഇവിടെ പല നാട്ടുകാരെയും കണ്ടു. ഇവിടെ നിങ്ങൾക്ക് മെയിനായിട്ട് കാണേണ്ട ഒരാളും കൊണ്ടുണ്ട്. ചേച്ചി ഒന്ന് ഒരു പെരുമ്പാവൂരുകാരി എന്ന് വെച്ചാല് ഇവിടെ കുറെ നാട്ടുകാർ ഇവിടെ അന്ന് തെറ്റിദ്ധരിപ്പിച്ച് പോയത് കുറെ നാട്ടുകാരാണെന്ന് പറയുന്നത്. പെരുമ്പാവൂരിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ, ഓട്ടോ വിടുന്ന ആൾക്കാർ, അവരൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് പോകുന്നുണ്ട്. ഒരു നാട്ടുകാരിയുടെ
വായിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊന്ന് ചോദിക്കാം. ചേച്ചി പറയൂ, പേരെന്താ? എൻ്റെ പേര് അമ്പിളി എന്നാണ്. ഞാൻ 8 വർഷമായിട്ട് എനിക്കിവിടെ പരിചയമുണ്ട്. ഞാൻ ഒരു 8 വർഷം മുമ്പ് വീണ് എൻ്റെ നട്ടലിന് വളവായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. അവിടുന്ന് ഞാൻ ഈ കണ്ടിന്യൂ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും എനിക്ക് കാലിൻ്റെ മുട്ടിന് ഒരു വേദന വന്നിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നതാണ്. എൻ്റെ മോൻ ഇവിടെ ഇപ്പം കളരി പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവൻ്റെയും കൂടെ സപ്പോർട്ടോടു കൂടിയാണ് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് അത്ര നന്നായിട്ട് പോകുന്നു എന്നെനിക്ക് കഴിയുന്നു. ഒരുപാട് പേര് പറയാറുണ്ട്, ഫാമിലിയിൽ നിന്നാണെങ്കിലും ആൾക്കാർ വരാറുണ്ട്, നന്നായിട്ട് പോകുന്നു. അല്ല, ഇങ്ങനെ കുറച്ച് ആൾക്കാർ പിന്നെ എന്താ പറയുക, ഇതിന് കുത്തിത്തിരിപ്പാക്കാൻ വേണ്ടിയും കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ ഈ നാട്ടിൽ തന്നെ ഉണ്ട് അല്ലെ? അനുഭവസ്ഥരുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അനുഭവം വരുന്നവർക്ക് വഴി തിരിച്ചു വിടുക, അല്ലെങ്കിൽ അയാൾ പോയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന കുറച്ച് കൂട്ടർ ഇവിടെ ഉണ്ട്. എന്താണ് അതിനെപ്പറ്റി ഒരു ചേച്ചിയൊക്കെ പറയുന്നത്? അതിനകത്ത് ഒരിക്കലും ഒരു കാര്യമില്ല, അത് നുണയായ കാര്യമാണ്. സത്യം എന്നും നല്ലതെന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ ട്രീറ്റ്മെന്റ് ഏറ്റവും നല്ലതാണ്. അതെ, അതാണ്. എപ്പോഴും നല്ലത് പറയാൻ വേണ്ടി ആൾക്കാർക്ക് നാവ് പൊങ്ങില്ല, നെഗറ്റീവ് പറയാൻ വേണ്ടി ഇഷ്ടം പോലെ നാവ് പൊങ്ങുന്നത് നമ്മൾ കാണാറ്. അതും സ്വന്തം ഫേസ് അല്ല, ഫേസ്ബുക്കിൽ ഫേസ് പോലും ഇല്ലാതെ കൊണ്ടുവന്നിട്ട് പ്രൊഫൈലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇടാൻ മാത്രമേ ഇവരെ കൊണ്ട് പറ്റൂ. ഇവർക്ക് സ്വന്തമായിട്ടൊരു ഫേസ് പോലും ഇല്ല. ഒറിജിനൽ ഫേസുകളാണ്, ഒറിജിനൽ ശബ്ദത്തിൽ നിന്നാണ് നമുക്ക് ഈ ഇങ്ങനെയുള്ള എന്താ പറയാ, അത് വന്നോട്ടെ. ഇതിന്റെ അണ്ടറിലും വരും. ഇത് കാണുന്നവർക്ക് ഓരോരുത്തർ സംസാരിക്കുന്ന ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഇവരാരും ഫേക്ക് അല്ല എന്നുള്ളതാണ്. പല നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ അവരെന്ത് സന്തോഷമായിട്ട് ഒരു ഫാമിലി ആയിട്ട് 6 മാസം കൂടുമ്പോൾ ഇവിടെ വിളിക്കണം, വരണം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ആ ഒരു നമുക്കൊരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്ന് അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിലീഫ് കൊണ്ടല്ലേ അവരത് പറയുന്നത്. പിന്നെ എല്ലാത്തിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഒരു മെന്റൽ സ്ട്രെസ് ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ട്, അതുകൊണ്ടായിരിക്കും അവർ വീണ്ടും ആഗ്രഹിക്കുന്നത് അല്ലേ. മെന്റൽ സ്ട്രെയിൻ ഭയങ്കര കുറയുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്, ഭയങ്കര കാം ഒരു ആശ്രമം തന്നെയാന്ന് തോന്നുന്നു അല്ലേ. ആശ്രമം വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു ആംബിയൻസ്. ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലം പെരുമ്പാവൂർ. ഞാൻ നിങ്ങളോട് ഇതുവരെ ആ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ആ ഒരു പേര് പറയാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര നെഗറ്റീവായിട്ട് വന്ന് കയറിയ ഒരാളാണ് ഞാൻ. വന്ന് കയറിയപ്പോൾ മുതൽ കാണുന്നത് അത്ഭുതങ്ങളാണ്. എന്ന് വെച്ചാൽ വന്ന ഈ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരാൾ പോലും എനിക്ക് വേദന എടുക്കുന്നു, വേദന മാറിയില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല. എല്ലാവരും വന്ന് പിന്നെ ഈ വേദന മാറിയിട്ട് സന്തോഷകരമായിട്ട് തിരിച്ചു പോകുന്ന കാഴ്ച മാത്രമാണ് ഞങ്ങൾ കണ്ടത്. അത് മാത്രമല്ല, അദ്ദേഹം ഇവിടെ 2 ഡോക്ടേഴ്സാണുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ കീർത്തി ഗുരുക്കളും അദ്ദേഹം ആണ് ഈ പറയുന്ന കളരി മർമ്മ ചികിത്സ ഒക്കെ കീർത്തി ഗുരുക്കളാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ അഭിലാഷ് ഡോക്ടർ, അദ്ദേഹം ഈ ആയുർവേദത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നു. അത് കൂടാതെ വേറെയും ഡോക്ടേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഇദ്ദേഹം ചികിത്സിക്കുന്നത് നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ അത്ഭുതമൊക്കെ നേരിട്ട് കാണുക എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ ഈ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓരോരുത്തർ സ്പോട്ടിൽ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കൂടാതെ ഞാൻ വന്ന കാര്യങ്ങൾ നടന്നു, അന്ന് തിരിച്ചു പോയവൾ വീണ്ടും വന്നു. നമ്മളിവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച ഇവിടെ വന്നിട്ട് നമ്മൾ അഡ്മിറ്റ് ആവാൻ വേണ്ടി പോവുകയാണ്. ഒരാഴ്ചക്കാലം അല്ലേ ഒരു ചികിത്സ രീതിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, നെഗറ്റീവുകൾ നിങ്ങൾ ചെവി കൊടുക്കാൻ പാടില്ല. നെഗറ്റീവുകൾ പറയാൻ എല്ലാവർക്കും പറ്റും, വാഗോണ്ട് അല്ലെങ്കിൽ കമൻറ്റിൽ നെഗറ്റീവ് പറയാൻ വേണ്ടി എല്ലാവർക്കും പറ്റും. പക്ഷേ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ നേരിട്ട് അത് അനുഭവിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ നിജസ്ഥിതി അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവും. ഞാനും ഇവളും അത് നേരിട്ട് അനുഭവിച്ച ആളാണ്. എവിടെയും പോയിട്ട് ശരിയാകാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇവിടെ വന്ന് നിങ്ങളൊരു ട്രീറ്റ്മെന്റ് എടുത്തിട്ട് നിങ്ങൾ പറയും. അതെ അതെ, അത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാം. അത് നമ്മൾ അത്ര ഉറപ്പോട് കൂടി പറയണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഏത് രാജ്യത്തു നിന്നാളായാലും അല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാനായാലും എന്തായാലും വന്നിട്ട് നമ്മൾ കീർത്തി ഗുരുക്കളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി പല സ്ഥലത്ത് പോയിട്ടും പറ്റാത്ത അല്ലെങ്കിൽ അസുഖം മാറാത്ത എന്തായാലും ഉണ്ടെങ്കിൽ സന്ധി വേദന, നടുവേദന, കാൽമുട്ട് വേദന, അങ്ങനെയുള്ള എന്ത് കാര്യമാണെങ്കിലും നിഷ്പ്രയാസം ആ സ്പോട്ടിൽ ഞങ്ങൾ കണ്ടോണ്ട്, അതാണ് പറയുന്നത് നമുക്ക് അത്ഭുതം എന്ന് പറയുന്നത്. കണ്ടോണ്ട് നിൽക്കുമായിരുന്നു. അത് നിങ്ങൾക്ക് സ്പോട്ടിൽ മാറ്റി എടുത്തു തരും. ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലം പെരുമ്പാവൂർ.